നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് 220 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. കുറച്ച് നാളായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ല. ഷോർട്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ വീഡിയോ ചെയ്യുന്നില്ല. ഇലക്ഷന് ശേഷം വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പം ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേരളത്തെ അല്ലെങ്കിൽ മലയാളികൾക്കെല്ലാം ഒരു വിഷമകരമായി തീർന്നൊരു സംഭവമാണ് അർജുനെ കാണാതായിട്ട് കർണാടകയിൽ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാണാതായ കാര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ മണ്ണിടിച്ചിലിനെ കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് 16-ാം തീയതിയാണ് ആ സംഭവം നടക്കുന്നത്. ഇന്ന് 24-ാം തീയതി 25-ാം തീയതി നമ്മൾ സംസാരിക്കുമ്പോൾ യാതൊരുവിധ തരത്തിലുള്ള അതിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ലോറി ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അത് എടുക്കാൻ പറ്റുന്ന അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും ആ രക്ഷാപ്രവർത്തനവും ഒക്കെ നടക്കുമ്പോഴും എനിക്ക് അല്ലെങ്കിൽ എൻ്റേതായ രീതിയിലുള്ളൊരു അഭിപ്രായം അതിനകത്ത് വരുന്നുണ്ട്. അതൊന്ന് അറിയിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്, ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു. അന്നേരം നമ്മൾ ആ അപകടം സംഭവിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ, അവരുടെ മാനസികാവസ്ഥയിൽ അവർ സംസാരിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാം. അത് അവരുടെ മാനസികാവസ്ഥ കൊണ്ടാണ്. പക്ഷേ അതിനെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയാസ് എല്ലാം ഉണ്ട് അതിനകത്ത്. അത്തരത്തിലുള്ള വാർത്തകൾ അത് ഒരു പരിധിവരെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദിശ മാറ്റിവിട്ടു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അത്തരത്തിലൊരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ആ വാഹനത്തിൻ്റെ ഉടമയും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും പറഞ്ഞത് ആ പറയുന്ന വാഹനം മണ്ണിനടിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ശാസ്ത്രീയപരമായിട്ടാണോ അത് എങ്ങനെയാണ് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് ബെൻസ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മൊബൈൽ റിങ് ചെയ്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവർ അതിന് പറഞ്ഞത്. അതുമാത്രമല്ല, ഒരിക്കലും ലോറി ഇത്രയും ദൂരം മണ്ണിടിച്ചിൽ നടക്കുമ്പോൾ ഇത്രയും ദൂരം നദിയിലേക്ക് പോകാനുള്ള ചാൻസസ് കുറവാണ്. നദിയിൽ വീണ് കഴിഞ്ഞാൽ തടി എന്ന് പറയുന്നത് പൊങ്ങിക്കിടക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യാതൊരു വിധമായിട്ടും അടിസ്ഥാനപരമായിട്ട് അവർക്കൊന്നും യാതൊരു നോളജും ഇല്ലാതെയാണ് ഈ പറഞ്ഞ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ തിരച്ചിൽ നടത്തുന്നത് കർണാടക സർക്കാർ നടത്തിയത് ആദ്യം പുഴയ്ക്കരികിലുള്ള സ്ഥലങ്ങളാണ് അവർ ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അതിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം കേരളത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഭയങ്കര നല്ല രീതിയിൽ നടന്നതിന് ആ ഒരു കാര്യത്തിൽ ഞാനും തീർച്ചയായിട്ടും അതിനോട് എതിർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി, അതിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ ആ രീതി എന്ന് പറയുന്നത് ആ രക്ഷാപ്രവർത്തനം, പ്രത്യേകിച്ചും ആ ഏരിയയും ആ കർണാടക എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്ന കുറേ ആൾക്കാരും കൂടെ ചേർന്നായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം. അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആ ബേസിലുള്ള. അപ്പോൾ ആ രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ ആ വാഹന ഉടമയും അയാളുമായി ചുറ്റപ്പെട്ട ആൾക്കാരും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്നും രക്ഷാപ്രവർത്തനം തെറ്റായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സമ്മർദ്ദം കർണാടക സർക്കാരിന് മേലും അതുപോലെ തന്നെ അവിടുത്തെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ടീമിന് നേരെ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള രക്ഷാദൗത്യം അവിടെ എത്തുന്നു. കേരളത്തിൽ നിന്ന് പ്രഷറാവുന്നു, മാധ്യമങ്ങൾ പ്രഷർ ചെയ്യിക്കുന്നു, അതുപോലെ തന്നെ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രഷർ, ഇതെല്ലാം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തിരച്ചിൽ ശരിയായ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന തിരച്ചിലിൽ ഈ പറയുന്ന കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ദൃഢമായി അവിടെ ആ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ അവർക്ക് ആ ദിശയിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ അന്നത്തെ രക്ഷാദൗത്യത്തിനുണ്ടായി. എത്രയും ദിവസം അതിനുശേഷമുള്ള ഓരോ ദിവസം, അല്ലെങ്കിൽ 16-ാം തീയതി കഴിഞ്ഞു, 18-ാം തീയതി മുതലാണ് അത് ഊർജിതമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോയത്. അപ്പോൾ ആ 18-ാം തീയതി മുതലോ അല്ലെങ്കിൽ 19-ാം തീയതി മുതലോ നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ണ് മാറ്റുന്ന പ്രക്രിയയിലേക്കാണ് മാറിയിരിക്കുന്നത്. അന്നേരം ഒന്നും പുഴയിലേക്ക് നോക്കുക അല്ലെങ്കിൽ പുഴയിലേക്ക് ഇത്തരത്തിലൊരു കാര്യമുണ്ടെന്നൊന്നും അപ്പോഴും പറയുന്നത് മണ്ണിനടിയിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അർജുൻ്റെ കുടുംബത്തിനെ
കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം കുടുംബം അവരവരുടേതായ രീതിയിൽ ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന വിവരങ്ങൾ, ഈ പറയുന്ന സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർ അവർക്ക് കൊടുക്കുന്ന വിവരങ്ങളൊക്കെയാണ് അവർ പറയുക. അപ്പോൾ അവർക്ക് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ വിചാരങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാം. പക്ഷേ ഒരു വളരെ ഒരു സമൂഹത്തിനോട് വളരെയധികം കർത്തവ്യബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയാസും അതുപോലെ തന്നെ ഈ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർ അവർ ചെയ്യേണ്ടത്, നമ്മൾ നോക്കുമ്പോൾ പിറ്റേ ദിവസം അവിടെ ലൈവിന് വേണ്ടി പോവുകയാണ്. ലൈവ് അവിടെ നിന്ന് ഈ പറയുന്ന രീതിയിൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുക എന്നുള്ളത് അന്നേരം തന്നെ പറയുന്നുണ്ട്. വേറെ ആർക്കും അവിടെ എത്താൻ പറ്റില്ല, രക്ഷാപ്രവർത്തനത്തിൽ ചേരാൻ പറ്റില്ല. അവിടെ അത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ഇവിടുന്ന് ആൾക്കാർ പോയാൽ പറ്റില്ല. ഇവിടുന്ന് ഒരു ടീം അതിനു വേണ്ടി പോകുന്നു. എന്നിട്ട് അവരും അവിടെ പോയിട്ട് വെറുതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. കോഴിക്കോട് നിന്നൊരു ടീം പോയിട്ട് അവർക്കൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇവിടെയൊന്നും അവർക്കൊന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ടും ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളും ഇറക്കി ഇത്തരത്തിൽ ആ ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ ആ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. സ്വാഭാവികമായിട്ടും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്നിരുന്നാൽ പോലും ആ ലോറിയും അത് എവിടെയാണെന്ന് കണ്ടെത്തേണ്ടത് ഒരു വളരെ വലിയ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലേക്ക് പോകുന്ന ഇത്രയും വളരെയധികം എന്താ പറയുക ഒരു സംഭവത്തെ ഈ മാധ്യമങ്ങളാണെങ്കിലും ശരി തന്നെ, മറ്റുള്ള ആൾക്കാർ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ മനാഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ലോറി ഉടമ എന്ന് പറയുന്ന അയാൾ ഇപ്പോഴും ആ സമയത്തും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോറി മണ്ണിനടിയിലുണ്ട്, അർജുൻ അതിനകത്തുണ്ട്, ബെൻസിനകത്ത് അയാൾക്ക് വേറൊന്നും സംഭവിക്കില്ല, ഗ്ലാസ് പൊട്ടില്ല. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. അത് അയാളുടെ ഉദ്ദേശ്യശുദ്ധി നല്ലതാണ് എന്ന് എത്രത്തോളം എനിക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. കാരണം അയാളുടെ സുഹൃത്ത് അല്ലെങ്കിൽ അയാളുടെ എംപ്ലോയി എന്ന നിലയിൽ അയാളെ സംരക്ഷിക്കുക എന്നുള്ളെങ്കിൽ ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെ അയാൾ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അല്ലാതെ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം അല്ലെങ്കിൽ ദൗത്യം നിർവഹിക്കുന്ന ആൾക്കാരെ കുറ്റം പറയുക, സർക്കാരിനെ കുറ്റം പറയുക, അത്തരത്തിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക, അടിച്ചു എന്ന് പറയുക. ഇവിടെ നിന്നൊരു രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രക്ഷാപ്രവർത്തകൻ അവിടെ പോകുന്നു, അയാൾ അവിടെ ചെന്നിട്ട് അയാളും ഇതേ രീതിയിൽ പറയുവാണ്, ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ശാസ്ത്രീയപരമായി യാതൊരു തരത്തിലും ഒരു ലെവലിലും അവർക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ അവർ വീണ്ടും ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ സമയം ചെലവഴിച്ചു. അതേ സെയിം ടൈം ഈ പറയുന്ന പുഴയിലും കൂടെ സെർച്ച് ചെയ്തിരുന്നുവെങ്കിൽ, ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ തുനിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പരിധി ഇതിന് മുന്നേ തന്നെ ഈ പറയുന്ന ലോറിയോ അല്ലെങ്കിൽ ഇപ്പോൾ തടി അതിനകത്തുണ്ടായിരുന്ന തടി വരെ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അതൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പറയുന്ന ആൾക്കാരുടെ സമ്മർദ്ദത്തിലായിപ്പോയി എന്നുള്ളതാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. സംഭവം നടന്നു, അതിൻ്റെ അനാസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് മനസ്സിലാക്കാം. ആ സർക്കാർ കാരണമാണ്. പക്ഷേ അത് പകരം ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ കർണാടക സർക്കാർ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തായാലും അവർ അത്തരത്തിലൊരു ദുരന്തം നടക്കുന്ന സമയത്ത് അതൊന്നും നോക്കണ്ട എന്നൊന്നും അങ്ങനെയൊന്നും വെക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഏത് സർക്കാരാണെങ്കിലും അങ്ങനെയൊന്നും അനാസ്ഥ കാട്ടുമെന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു ഇതുണ്ടാവാം എന്നെനിക്കും തോന്നുന്നുണ്ട്. അതുണ്ടായി ആദ്യത്തെ 2-3 ദിവസം ഉണ്ടായി. അതിനുശേഷം അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വളരെ ശക്തമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. അല്ലാതെ കേരളത്തിൽ നിന്ന് പോയി ആരും അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കേരളത്തിൽ നിന്ന് ഇവിടുന്ന് മാധ്യമങ്ങൾ പോയിട്ട് അവിടെ എന്താ ചെയ്തത്? അവരും ഒത്തിരി ദൂരെ നിന്നുകൊണ്ട് ഈ പറയുന്ന ക്യാമറ സൂം ചെയ്ത് അവിടുത്തെ ലൊക്കേഷൻ കാണിച്ചു തന്നുകൊണ്ട് മലയാളികളായ നമുക്കിവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ കഴിയുന്നു? അപ്പം ഇതൊന്നുമല്ലാത്ത രീതിയിലേക്ക് വഴിതെറ്റിച്ച് വിടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു ഉറപ്പിച്ച് പറയുമ്പോൾ അതൊരു തെറ്റായ സന്ദേശമാണ് അവിടെ കൊടുത്തത്. അതിലൂടെ ഒരു പരിധിവരെ ഏത് തരത്തിൽ കിട്ടേണ്ടിയിരുന്നു എന്നുള്ള കുറച്ചുകൂടെ നേരത്തെ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നത്. ഇന്നും അത് നടത്താൻ പറ്റാതായിരിക്കുന്നത് അവരുടെ ഈ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ചില ആൾക്കാരുടെയും വ്യക്തിപരമായിട്ടുള്ള കുറച്ച് വ്യക്തികളുടെയും അനധികൃതമായ ഇടപെടലും സമ്മർദ്ദവുമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനിയും ഉണ്ടാവാം. പ്രകൃതിയാണ്, സ്വാഭാവികമായിട്ടുണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും
അർജുൻ്റെ ജീവന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ തിരിച്ചു വരുമെന്നോ പ്രതീക്ഷിക്കാം എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറൊന്നും നമുക്ക് പറയാനോ ചെയ്യാനോ കഴിയത്തില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരും സേഫായിരിക്കുക. എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത്. ആ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് യോജിക്കുന്നവരുണ്ടാവാം, യോജിക്കാത്തവരുണ്ടാകും. പക്ഷേ ആ അഭിപ്രായം ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയുന്നു. നന്ദി. ബൈ. ഗുഡ് നൈറ്റ്.